ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ 65 ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ പീസല്ല, ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മൈദയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സാക്കി എടുക്കാം. ഈ പൊടികളെല്ലാം കൂടി കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വരും. ഞാനിപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കുന്നില്ല. നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത്രയും സമയം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിന് മുമ്പ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ബസ്മതി റൈസ് വെച്ചിട്ടും ഈ ബിരിയാണി ഉണ്ടാക്കാം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറോളം ഇത് കുതിർത്താനായിട്ട് മാറ്റി വെക്കണം. ആ സമയം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിലിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ സവാളയല്ല, ഒരു മീഡിയം സൈസിലുള്ള സവാള 2 എണ്ണം എടുത്തിട്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ തവണ ഇട്ടത് ഇതുപോലെ ഗോൾഡൻ കളറിൽ മൊരിഞ്ഞു വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള സവാള നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ് വേണ്ടത്. ഈ ഒരു സവാളയുടെ ടേസ്റ്റാണ് നമുക്ക് ഈ ബിരിയാണിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ 2ാമത്തെ തവണയും സവാള ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ചിക്കൻ ഓരോ പീസായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൈവച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് മൊരിച്ച് കോരി മാറ്റിയത് കൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ കൈവച്ച് പൊടിക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് ചിക്കനൊക്കെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും ഒരുപോലെ നമുക്കൊന്ന് മൊരിച്ചെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചിക്കൻ 65ൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ നന്നായിട്ട് 2 ഭാഗവും മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനെല്ലാം 2ഓ 3ഓ തവണയായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് പുതിനയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് അരിക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് തിളക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ള അരി വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. അരി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം.
ഒരു 3-4 മിനിറ്റ് ഇതുപോലെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നെ വേവിക്കാൻ. അപ്പോൾ വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് ഈ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സോസ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ പുതിനയില കട്ട് ചെയ്തതും പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി സമയത്ത് ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും ഈ സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ ഒരു സോസാണ് നമ്മുടെ ബിരിയാണി റൈസിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ സമയം കൊണ്ട് റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് അരി ഉടഞ്ഞു പോകുന്ന രീതിയിൽ, ചോറ് ഉടഞ്ഞു പോകുന്ന രീതിയിൽ മിക്സാക്കി എടുക്കണ്ട. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ പകുതി റൈസ് നമുക്ക് ഒന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള റൈസിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സോസ് ബാക്കിയുള്ള റൈസിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തേക്കും സോസ് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പകുതി റൈസ് മാറ്റിയിട്ട് ഈ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. സോസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള സവാള ഫ്രൈ ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം കൈവച്ച് പൊടിച്ചെടുത്തിട്ടുള്ള സവാള മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വേവിച്ചെടുത്തിട്ടുള്ള റൈസ്, നമ്മൾ പകുതി മാറ്റി വെച്ചിട്ടുള്ള റൈസ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വെക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആദ്യം റൈസും ആ സോസും സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഉണ്ടാവുക. നമ്മൾ ചേർത്തിട്ടുള്ള സോസിൻ്റെയും സവാളയുടെയും എല്ലാം കൂടിയുള്ള ഒരു ഫ്ലേവറാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് ഒരു വലിയ ബൗൾ ആദ്യം എടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സവാള പൊടിച്ചെടുത്തത് കുറച്ച് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില കട്ട് ചെയ്തത് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര ഭാഗമായിട്ട് സെർവ് ചെയ്യണോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലെയറായിട്ട് ചിക്കൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നിറയെ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനാണ് ആദ്യം തന്നെ വലിയ ബൗളിൽ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ടേബിളിലൊക്കെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.